ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്നുള്ള പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഗേറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ടോട്ടലി ആൻസർ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ്. രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യണം. സോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദ ഫിഗർ ഷോസ് ദി ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റൻസ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു CV ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. X ആക്സിസിൽ വോൾട്ടേജും Y ആക്സിസിൽ കപ്പാസിറ്റൻസും. സോ CV ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ CV ക്യാരക്ടറിസ്റ്റിക്സ് നോർമലി മോസ് കപ്പാസിറ്ററിന്റെ കേസിലാണ് പഠിച്ചിരിക്കുന്നത്. സോ CV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെറ്റൽ SiO2 silicon, that is metal oxide semiconductor capacitor having an area. അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ് ഏരിയ? ഏരിയ ഈസ് 1 × 10⁻⁻⁴ സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കണം, സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അസ്യൂം ദാറ്റ് ദ പെർമിറ്റിവിറ്റീസ് ഓഫ് സിലിക്കൺ ആൻഡ് SiO2 ആർ. സിലിക്കണിന്റെയും SiO2ന്റെയും പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട്. സിലിക്കണിന്റെ കേസിൽ ഇറ്റ് ഈസ് 1 × 10⁻12 ഫാരഡ് പെർ സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. ആൻഡ് SiO2ന്റെ കേസിൽ ഇറ്റ് ഈസ് 3.5 × 10⁻13 ഫാരഡ് പെർ സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഇത്രയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഗ്രാഫിലാണ് ബാക്കി ഡാറ്റ. സോ CV ക്യാരക്ടറിസ്റ്റിക്സിൽ മാക്സിമം കപ്പാസിറ്റൻസ് ഇതെന്ന് പറഞ്ഞാൽ ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആണ് വരുന്നത്. സോ ദിസ് ഈസ് ഓക്സൈഡ് കപ്പാസിറ്റൻസ്. സോ ഓക്സൈഡ് കപ്പാസിറ്റൻസ് എത്രയാണ്? 7 പൈക്കോഫാരഡ് തന്നിട്ടുണ്ട്. ദെൻ 1 പൈക്കോഫാരഡ് അതിന്റെ മിനിമം കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. സോ ഓക്സൈഡ് കപ്പാസിറ്റൻസിന്റെയും ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിന്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് മിനിമം കപ്പാസിറ്റൻസ് കിട്ടും. സോ ദിസ് ഈസ് C മിനിമം. ആൻഡ് ഓക്സൈഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? മാക്സിമം കപ്പാസിറ്റൻസ് ആണ് വരുന്നത്. സോ ഇത്രയും ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. ഇനി രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഓക്സൈഡ് തിക്നെസ് ഇൻ ദി മോസ് കപ്പാസിറ്റർ. അതായത് ഓക്സൈഡിന്റെ തിക്നെസ് നമ്മൾ അതിന്റെ സിംപ്ലി നമുക്ക് TOX എന്ന് ഡിനോട്ട് ചെയ്യാം. TOX അല്ലെങ്കിൽ DOX ഏത് നൊട്ടേഷൻ വേണമെങ്കിലും ചെയ്യാം. സോ ഓക്സൈഡ് തിക്നെസ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എല്ലാം നാനോമീറ്ററിലും അതുപോലെ തന്നെ മൈക്രോമീറ്ററിലും ആണ് ചോദിച്ചേക്കുന്നത്. സോ ഓക്സൈഡ് തിക്നെസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഓക്സൈഡ് കപ്പാസിറ്റൻസിന്റെ ഫോർമുലയാണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ ഓക്സൈഡ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓക്സൈഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയാം. എന്താണ്? ε/A/d. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്. സോ ഓക്സൈഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ εOX × A ഡിവൈഡഡ് ബൈ εA/d. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് തിക്നെസ് ആണ് ഓക്സൈഡിന്റെ. സോ TOX. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് TOX ആണ്, തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ TOX is equal to εOX ഓക്സൈഡിന്റെ പെർമിറ്റിവിറ്റി ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ COX. ഇതൊന്ന് ഓരോ പാരാമീറ്റർ ആയിട്ട് നോക്കാം. സോ ഓക്സൈഡിന്റെ പെർമിറ്റിവിറ്റി, SiO2ന്റെ പെർമിറ്റിവിറ്റി എത്രയാണ്? 3.5 × 10⁻13 ആണ്. 3.5 × 10⁻13 ഫാരഡ് പെർ സെന്റിമീറ്റർ ആണ്. സോ 3.5 × 10⁻13. സോ 3.5 × 10⁻13 ഫാരഡ് പെർ സെന്റിമീറ്റർ ആണ്. ഇൻറ്റു ഏരിയ എത്ര തന്നേക്കുന്നത്? 1 × 10⁻⁴ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 1 × 10⁻⁴ സെന്റിമീറ്റർ സ്ക്വയർ. സോ 10⁻⁴ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്യാണ് മീറ്റർ സ്ക്വയറിലേക്ക്. സോ 10⁻⁴ × 10⁻⁴ ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആണ്. ഓക്സൈഡ് കപ്പാസിറ്റൻസ് എത്രയാണ്? 7 പൈക്കോഫാരഡ്. ഈ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. സോ 7 പൈക്കോഫാരഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 7 × 10⁻12 വരും. ആൻഡ് ഓക്സൈഡ് ലെയറിന്റെ പെർമിറ്റിവിറ്റി പെർ സെന്റിമീറ്റർ ആയിരുന്നു. സോ പെർ എത്രയാണ് വാല്യൂ തന്നിട്ടുണ്ട് ഓക്സൈഡിന്റെ കേസിൽ? 3.5 × 10⁻13 ഫാരഡ് പെർ സെന്റിമീറ്റർ ആണ്. സോ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ എന്ത് വരും? ×
-2 വരും, ഇൻറ്റു 10⁻². ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സൈഡിന്റെ തിക്നെസ് കിട്ടും. സോ ഓക്സൈഡിന്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 5 × 10⁻⁸ ആണ് കിട്ടുക. 5 × 10⁻⁸ അല്ലെങ്കിൽ 50 നാനോമീറ്റർ. 50 നാനോമീറ്റർ ആണ് ആൻസർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 50 നാനോമീറ്റർ. നമ്മൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ 50 നാനോമീറ്റർ ആണ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്സൈഡ് തിക്നെസ് ആണ് ചോദിച്ചേക്കുന്നത്, ഗേറ്റ് ഓക്സൈഡ് തിക്നെസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ കപ്പാസിറ്റൻസിന്റെ ഡയറക്റ്റ് ഫോർമുല നമ്മൾ യൂസ് ചെയ്തു. ഓക്സൈഡ് കപ്പാസിറ്റൻസ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഓക്സൈഡ് ലെയർ ഇൻറ്റു ഏരിയ ഡിവൈഡ് ബൈ തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ എന്ന്. തിക്നെസ്സിനുള്ള ഇക്വേഷൻ ഓക്സൈഡിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ OX ഇൻറ്റു A/COX. എപ്സിലോൺ OX തന്നിട്ടുണ്ട് പെർ സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ 10⁻⁻² വന്നത്. ഏരിയ 10⁻⁻⁴ സെന്റിമീറ്റർ² ആണ്, അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. COX ഓക്സൈഡ് കപ്പാസിറ്റൻസ് CV ക്യാരക്ടറിസ്റ്റിക്സ് എത്രയാണ്? 7 പൈക്കോഫാരഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 5 × 10⁻⁸ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 നാനോമീറ്റർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻ സിലിക്കൺ. ദ മാക്സിമം ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻ സിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ആണ്. ആ ഒരു ഫോർമുലയിൽ നിന്ന് വേണം നമ്മൾ മാക്സിമം ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് കണ്ടുപിടിക്കണം. സോ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. സോ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് നമുക്കിതറിയാം, Cmax 7 ആണ്, C മിനിമം 1 ആണ്. സോ Cmax 7 C മിനിമം 1 പൈക്കോഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്, സോ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഈസ് ഡിനോട്ടഡ് ബൈ CD. Depletion capacitance is denoted by CD, that is equal to Cmax into C minimum, that is equal to Cmax into C minimum divided by Cmax minus C minimum ആണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഫോർമുല. ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ആ CV ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Cmax into C minimum divided by Cmax minus C minimum. സോ നമ്മുടെ CV ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് Cmax 7 ആണ്, C മിനിമം എത്രയാണ്? 1 പൈക്കോഫാരഡ് ആണ്. രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ Cmax into C മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × 1 ഡിവൈഡഡ് ബൈ Cmax മൈനസ് C മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 - 1. സോ 7 × 1 ഡിവൈഡ് ബൈ 7 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/6 ആണ് വരിക. സോ 7/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.166 പൈക്കോഫാരഡ് കിട്ടും. 1.166 പൈക്കോഫാരഡ് ആണ് ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് കിട്ടുന്നത്. സോ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ മാത്തമാറ്റിക്കലി? ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് സിലിക്കൺ ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്താണ്. ഇൻറ്റു ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്താണ്. സോ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് സിലിക്കൺ ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് CD ആണ്. ഓക്കെ, ഇനി സിലിക്കണിന്റെ പെർമിറ്റിവിറ്റി എത്രയാണ്? 10⁻⁻12 ഫാരഡ് പെർ സെന്റിമീറ്റർ ആണ്. അതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എത്ര വരിക? സെന്റിമീറ്ററിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂ എത്ര വരും? 10⁻⁻10 വരും. ഓക്കെ, സോ 10⁻⁻10 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻4 ഏരിയ എന്ന് പറഞ്ഞാൽ 10⁻⁻4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ 10⁻⁻4 ഇൻറ്റു 10⁻⁻4 ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് CD-യുടെ വാല്യൂ 1.166 ഇൻറ്റു 10⁻⁻12. അത്രയും പൈക്കോഫാരഡ് ആയിരുന്നു. ആ പൈക്കോഫാരഡിനെ നമ്മൾ ഫാരഡ് ആക്കി. സോ 10⁻⁻12 വന്നു. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.857 മൈക്രോമീറ്റർ ആണ്. 0.857 മൈക്രോമീറ്റർ ആണ് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷനിലേക്ക് പോവാം. 0.857 മൈക്രോമീറ്റർ. ഓപ്ഷൻ ബി നോക്കിയേ. 0.857 മൈക്രോമീറ്റർ ആണ് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ.
അതിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓക്സൈഡിന്റെ തിക്നെസ്സും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലീഷൻ ലീജിയന്റെ വിഡ്ത്തുമാണ് ചോദിച്ചിരിക്കുന്നത്. സോ രണ്ട് നമ്മൾ ആൻസർ ചെയ്തു. സോ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഈ ഒരു സെഷനിൽ നിന്ന് മെയിനായിട്ടും മോസ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനുമാണ് ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത സെഷനിൽ വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.